നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രംരാജ്. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തെ 4-3 പാലസ്തീനികളും ശരിവെക്കുന്നതായി സർവേ റിപ്പോർട്ട്. ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഹമാസിനുള്ള പിന്തുണ ഗണ്യമായി വർദ്ധിച്ചതായും പാലസ്തീനിയൻ സെന്റർ ഫോർ പോളിസി സർവേ ആൻഡ് റിസർച്ച് നടത്തിയ സർവേയിൽ പറയുന്നതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ അതിർത്തി കടന്ന് ഹമാസ് നടത്തിയ മിന്നലാക്രമണം ശരിയായ തീരുമാനമെന്നാണ് സർവേയിൽ പങ്കെടുത്ത 72% പേരും പ്രതികരിച്ചത്. എന്നാൽ 22% ആളുകൾ തെറ്റായ തീരുമാനമെന്നാണ് മറുപടി നൽകിയത്. ഒക്ടോബർ 7-ന് ശേഷം ഗസയിൽ ഹമാസിനുള്ള പിന്തുണ വർദ്ധിച്ചതായും പാലസ്തീൻ അതോറിറ്റിയുടെ കീഴിലുള്ള വെസ്റ്റ് ബാങ്കിൽ ഹമാസിനുള്ള പിന്തുണ 3 ഇരട്ടിയായി വർദ്ധിച്ചതായും സർവേയിൽ പറയുന്നു. ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഹമാസ് വഹിക്കുന്ന പങ്കിൽ 72% പാലസ്തീനികളും സംതൃപ്തി പ്രകടിപ്പിച്ചു. 52% ഗസക്കാരും 85% വെസ്റ്റ് ബാങ്ക് പാലസ്തീനികളുമാണ് പ്രതികരിച്ചത്. പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹൂദ് അബ്ബാസിന്റെ പ്രവർത്തനങ്ങളിൽ 11% പാലസ്തീനികൾ മാത്രമാണ് സംതൃപ്തി രേഖപ്പെടുത്തിയത്. അബ്ബാസിന്റെ ജനപ്രീതി നാൾക്കുനാൾ ഇടിയുകയാണ്. ഇസ്രായേലിന്റെ നരനായാട്ടിൽ കുടുംബത്തിലെ ഒരാൾ മരിക്കുകയോ ചുരുങ്ങിയത് ഒരാൾക്ക് പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് സർവേയിൽ 64% പേരും പ്രതികരിച്ചത്. 1-2 ദിവസത്തേക്ക് മാത്രമുള്ള ഭക്ഷണവും കുടിവെള്ളവും മാത്രമാണ് കയ്യിലുള്ളതെന്ന് 44% ഗസക്കാരും പറയുന്നു. എന്നാൽ ബാക്കിയുള്ള 56% അതുപോലുമില്ല. ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയിൽ ഇതുവരെ 18,608 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം പാലസ്തീനിൽ ഹമാസിന് പിന്തുണ ഏറുന്നതായും യുഎസിന്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണയുള്ള പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് രാജിവെക്കണമെന്ന് 90% പേരും ആവശ്യപ്പെടുന്നതായും സർവേ. പാലസ്തീൻ സെന്റർ ഫോർ പോളിസി ആൻഡ് സർവേ റിസർച്ചാണ് യുദ്ധകാല സർവേ നടത്തിയത്. സെപ്റ്റംബറിൽ വെസ്റ്റ് ബാങ്കിലെ 12% പേരാണ് ഹമാസിനെ പിന്തുണച്ചതെങ്കിൽ ഇപ്പോൾ 44% പേരാണ് പിന്തുണയ്ക്കുന്നത്. 3 മാസത്തിനുള്ളിൽ 38% അധികം പിന്തുണയാണ് അവർക്കുള്ളത്. 88% പേരും മഹ്മൂദ് അബ്ബാസിനെതിരാണ്. വെസ്റ്റ് ബാങ്കിലെ 92% പേരും അദ്ദേഹം രാജിവെക്കണമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. ഒക്ടോബർ ആക്രമണം ശരിയായ തീരുമാനമായിരുന്നുവെന്ന് ഗസയിലെ 57%, വെസ്റ്റ് ബാങ്കിലെ 82% അഭിപ്രായപ്പെട്ടതായി സർവേയിൽ പറഞ്ഞു. സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷവും ഹമാസ് യുദ്ധക്കുറ്റങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഹമാസിന്റെ സൈനികവും ഭരണപരവുമായ ശേഷി ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിന്റെയും അവരെ പിന്തുണയ്ക്കുന്ന ബൈഡൻ ഭരണകൂടത്തിന്റെയും ലക്ഷ്യം വിദൂരമാണെന്ന് കാണിക്കുന്നതാണ് പുതിയ സർവേ ഫലം. നിലവിൽ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന പാലസ്തീൻ അതോറിറ്റിയുടെ മഹ്മൂദ് അബ്ബാസിനെ ക്രമേണ ഗസയിലും ഭരണമേൽപ്പിക്കാനാണ് യുഎസിന്റെ പദ്ധതി. ഒരു രാഷ്ട്രമായി മാറുന്നതിന് മുന്നോടിയായി ഗസയും വെസ്റ്റ് ബാങ്കും ഒന്നിച്ച് ഭരിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. പാലസ്തീൻ അതോറിറ്റിയെ പുനരുജ്ജീവിപ്പിക്കുവാനും അവർ ആവശ്യപ്പെടുന്നു. 2007 ഹമാസ് ഏറ്റെടുക്കുന്നതുവരെ ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ അതോറിറ്റിയാണ് ഗസയും ഭരിച്ചിരുന്നത്. 2006-ൽ ഹമാസ് ഭൂരിപക്ഷം നേടിയ ശേഷം പാലസ്തീനിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും തീവ്ര വലതുപക്ഷ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഗസ പാലസ്തീൻ അതോറിറ്റിയെ ഏൽപ്പിക്കുന്നതിനെ അംഗീകരിക്കുന്നില്ല. അവിടെ തുറന്ന സുരക്ഷാ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇസ്രായേലിൽ നെതന്യാഹു ഭരണകൂടമായതിനാൽ ദുരാഷ്ട്ര പരിഹാരം സാധ്യമാകുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ യുഎസിന്റെ അറബ് സഖ്യകക്ഷികൾ യുദ്ധാനന്തര പുനർനിർമ്മാണത്തിൽ പങ്കാളികളാകൂ. പുതിയ സർവേയോടെ പാലസ്തീൻ അതോറിറ്റിക്ക് ജനപ്രീതിയില്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും പാലസ്തീൻ രാഷ്ട്രത്തിനായുള്ള വാദഗതി തുടങ്ങാൻ സാധ്യതയില്ല എന്നും സർവേ നടത്തിയ ഖലീൽ ഷിഖാഖി പറഞ്ഞു. അതിനാൽ ഗസയിൽ ഇസ്രായേൽ അധിനിവേശം തുടർന്നേക്കുമെന്നും ചൂണ്ടിക്കാട്ടി. നിലവിൽ ഇസ്രായേൽ ഗസയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് ഷിഖാഖി അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞു. നെതന്യാഹുവിന് ശേഷമുള്ള ഇസ്രായേൽ ഭരണകൂടം ഗസയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചാലും അധിനിവേശം തുടരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നവംബർ 22-നും ഡിസംബർ 2-നും ഇടയിലായി 1231 പേർക്കിടയിലാണ് സർവേ നടന്നത്. വെസ്റ്റ് ബാങ്കിലും ഗസയിലുമാണ് സർവേ നടന്നത്. 481 വ്യക്തിഗത അഭിമുഖങ്ങൾ സർവേ സംഘം നടത്തി. തുടർച്ചയായി സർവേകൾ നടത്തുന്ന ആളാണ് ഷിഖാഖി. കൂട്ടപലായനം നടക്കുന്നതിനാൽ സർവേ ഫലത്തിൽ പിഴവ് വരുവാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണെന്നാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒക്ടോബർ 7-ന് ശേഷം ഫലസ്തീനികൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്നതാണ് സർവേയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ച് യുദ്ധം തുടങ്ങിയ ഇസ്രായേൽ അധിനിവേശ സൈന്യം ഒടുവിൽ നേതാക്കളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് കോടികളുടെ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് രംഗത്ത് വന്നു. ഗസയിലെ ഹമാസിന്റെ ഉന്നത നേതാവായ യഹ്യ സിൻവാറിനെക്കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് $4 ലക്ഷം അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറിന് $3 ലക്ഷം നൽകുമെന്ന് കാണിച്ച് IDF ലഘുലേഖകൾ വിതരണം ചെയ്തു. 2023 ഡിസംബർ 14-നാണ് ഹമാസ് നേതാക്കൾ എവിടെയാണ് താമസിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നത്. ഒളിച്ചിരിക്കുന്ന മുതിർന്ന ഹമാസ് നേതാക്കളെക്കുറിച്ച് വിവരം നൽകുന്ന ആർക്കും വലിയ പാരിതോഷികം നൽകുമെന്നാണ് IDF വ്യാഴാഴ്ച ഗസയിലുടനീളം വിതരണം ചെയ്ത ലഘുലേഖകളിലുള്ളത്. ഹമാസിന്റെ ഖാൻ യൂനിസ് ബ്രിഗേഡ് കമാൻഡറായ റഫ സലാമിയുടെ താമസ വിവരങ്ങൾ നൽകുന്നവർക്ക് $2 ലക്ഷം പ്രതിഫലം. ഹമാസിന്റെ സൈനിക വിഭാഗം തലവൻ മുഹമ്മദ് ദൌലിനെ കണ്ടെത്തുവാൻ സഹായിക്കുന്നവർക്ക് $1 ലക്ഷം വാഗ്ദാനം. ഇതിനു പുറമെ വിവരം നൽകുന്നവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് പറഞ്ഞ് ഒരു ഫോൺ നമ്പരും നൽകിയിട്ടുണ്ട്.
യുദ്ധം തുടങ്ങിയത് മുതൽ യഹ്യ സിൻവാർ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താനോ ആക്രമിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല. യുദ്ധം തുടങ്ങിയപ്പോൾ യഹ്യ സിൻവാർ വടക്കൻ ഗസയിലെ സിറ്റിയിൽ നിന്ന് തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിലേക്ക് ഒരു പലായനം ചെയ്തതായി ഇസ്രായേലി വൃത്തങ്ങൾ കഴിഞ്ഞ ആഴ്ച പ്രചരിപ്പിച്ചിരുന്നു. ഇതിനിടെ ഹമാസ് ബന്ദികളാക്കുകയും വെടിനിർത്തലിന്റെ ഭാഗമായി മോചിപ്പിക്കുകയും ചെയ്തവർ യഹ്യ സിൻവാർ തങ്ങളുടെ തുരങ്കങ്ങളിൽ വന്ന് കണ്ടിരുന്നതായി അവകാശപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് ഹമാസ് നേതാക്കളെ കണ്ടെത്താനാവാതെയും കരയുദ്ധത്തിൽ വൻ തിരിച്ചടി നേരിടുന്ന ഇസ്രായേൽ സൈന്യം പ്രതിഫലം വാഗ്ദാനം ചെയ്ത പ്രലോഭനവുമായി രംഗത്തെത്തിയത്. അതിനിടയിൽ ഗസയിൽ ബന്ദികളെ തുടരുന്ന ഇസ്രായേലികളുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഇസ്രായേൽ പാർലമെന്റായ സെനറ്റിലേക്ക് മാർച്ച് നടത്തി. ഹമാസുമായി ഒത്തുതീർപ്പ് ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും ബന്ദികളെ സുരക്ഷിതരായി തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് ചൊവ്വാഴ്ച രാത്രിയും ബുധനാഴ്ച രാവിലെയും പാർലമെന്റ് മാർച്ച് നടന്നു. 67 ദിവസമായി ബന്ദികളാക്കപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുവാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് തങ്ങൾക്കറിയാമെന്ന് മാർച്ചിൽ അണിനിരന്ന നദവ് റുദൈഫ് എന്ന ആൾ പറഞ്ഞു. റുദൈഫിന്റെ പിതാവ് ഒക്ടോബർ 7 ബന്ദിയാക്കപ്പെട്ട ആളാണ്. ധീരമായ തീരുമാനമെടുക്കാൻ ഭരണകൂടത്തിന് തങ്ങളുടെ പിന്തുണയുണ്ടെന്ന് മാർച്ചിൽ അണിനിരന്നവർ പറഞ്ഞു. ഇസ്രായേൽ ഗസയിൽ മനുഷ്യത്തിരഹിതാക്രമണം തുടരുന്നതിനിടയിൽ ഹമാസ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബന്ദികളെ ജീവനോടെ തിരികെ വേണമെങ്കിൽ ഗസയ്ക്കെതിരായ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നാണ് മുതിർന്ന ഹമാസ് വക്താവ് ഉസാമ ഹംദാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. യുദ്ധം അവസാനിക്കുന്നതുവരെ ബന്ദിമോചനത്തെക്കുറിച്ച് ഇനി ചർച്ചയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒക്ടോബർ 7 ഇസ്രായേലിൽ നിന്ന് പിടികൂടിയ 137 ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ കയ്യിൽ തന്നെയാണെന്നാണ് ഇസ്രായേൽ സർക്കാർ വക്താവ് എയ്ലോൺ ലെവി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇവരിൽ 117 പുരുഷന്മാരും 20 സ്ത്രീകളുമാണുള്ളത്. ആകെ പിടികൂടി 247 ബന്ദികളിൽ 110 ബന്ദികളെ വെടിനിർത്തൽ കാലയളവിൽ ഹമാസ് മോചിപ്പിച്ചിരുന്നു. 84 ഇസ്രായേലികളും 24 വിദേശ പൗരന്മാരുമാണ് വിട്ടയക്കപ്പെട്ടത്. മറ്റ് ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ ഇസ്രായേൽ വർഷങ്ങളായി ജയിലടച്ച സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 7000-ലേറെ ഫലസ്തീനികളെ വിട്ടയക്കണമെന്നാണ് ഹമാസിന്റെ ആവശ്യം. നന്ദി, നമസ്കാരം.